കഴിഞ്ഞ വീക്ക് എനിക്ക് ഡിസ്ട്രിക്ട് പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പറ്റി. പങ്കെടുക്കുക മാത്രമല്ല, എനിക്ക് പവർ ലിഫ്റ്റിങ്ങിന് ഗോൾഡ് നേടാനും പറ്റി. അപ്പം ഇതിന് ഞാൻ ആദ്യം നന്ദി പറയുന്ന എൻ്റെ ട്രെയിനേഴ്സിനെയാണ്. അവരെന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ, നന്നായിട്ട് ട്രെയിനിങ്ങും ചെയ്യിപ്പിച്ചു. അതുകൊണ്ടാണ് എനിക്ക് സത്യത്തിൽ ഇത് നേടാൻ പറ്റിയത്. അപ്പം എനിക്ക് ഈ ഒരു ജേർണിയിൽ എനിക്കൊരു 3 വീക്ക് മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് മുന്നേ ഞാൻ ഈ ഡെഡ് ലിഫ്റ്റും സ്ക്വാട്ടും ബെഞ്ച് പ്രസ്സൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ബാക്ക് എൻഡിൽ എനിക്ക് അഡ്വാൻറ്റേജ് ആയിരുന്നു, നന്നായിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ ആ പവർ ലിഫ്റ്റിംഗ് സ്റ്റൈലിൽ ഞാൻ ചെയ്തു തുടങ്ങിയത് ഇവരുടെ ട്രെയിനിങ് കൊണ്ടാണ്. അപ്പം ഇതിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ എൻ്റെ വെയിറ്റ് ആണ്. ഞാൻ ഇറങ്ങുന്ന വെയിറ്റ് കാറ്റഗറിയിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. എനിക്ക് സത്യത്തിൽ ഈ പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ തുടങ്ങുന്നതിൻ്റെ ഒരു 3 ദിവസം മുന്നേ, 4 ദിവസം മുന്നേ, 3 ദിവസം എനിക്ക് വെയിറ്റിന് സമയമുണ്ട്. അവർ ശനിയാഴ്ച രാവിലെ വെയിറ്റിംഗ് ചെയ്യും. ശനിയാഴ്ചയാണ് കോമ്പറ്റീഷൻ. അപ്പം എനിക്ക് ചൊവ്വാഴ്ചയാണ് ഞാൻ നോക്കുന്നത് എൻ്റെ വെയിറ്റ് 4 കിലോ എനിക്ക് കൂടുതലായിരുന്നു. 3.5 കിലോ 4 കിലോ എനിക്ക് കൂടുതലായിരുന്നു. അത്രയും വെയിറ്റ് വെച്ചുകൊണ്ട് ഞാൻ പവർ ലിഫ്റ്റിങ്ങിന് പോയാൽ എനിക്ക് എൻ്റെ കറക്റ്റ് വെയിറ്റ് കാറ്റഗറിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ഹയർ വെയിറ്റ് കാറ്റഗറിയിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഹയർ വെയിറ്റ് കാറ്റഗറിയിൽ ഇറങ്ങിയുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ അത്രയും വെയിറ്റുള്ള ആളുകളായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ എന്നെക്കാളും എന്തായാലും വെയിറ്റ് വലിയ ലിഫ്റ്റ് ചെയ്യും. എനിക്കത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കിട്ടത്തുമില്ല. അപ്പം എനിക്ക് എൻ്റെ വെയിറ്റിലാണെങ്കിൽ എനിക്കതിൽ ഇറങ്ങിയാൽ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. എനിക്കത് നേടാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് അടിച്ചിടാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട്. അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ 3 ദിവസമുണ്ട്. 3.5 കിലോ എങ്കിലും എനിക്ക് വെയിറ്റ് കുറക്കണം. എന്നാലേ എനിക്ക് എൻ്റെ കറക്റ്റ് വെയിറ്റ് എനിക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് വാട്ടർ കട്ടിനെ പറ്റിയും വെയിറ്റ് കുറക്കുന്നതിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരു കോമ്പറ്റീഷൻ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, കോമ്പറ്റീഷൻ നമ്മൾ എങ്ങനെ വെയിറ്റ് കട്ട് ചെയ്യണം, സ്ട്രെങ്തും നമ്മുടെ മസിൽ മാസും പോകാണ്ട്. ഇത് ഞാൻ മെയിനായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ വാട്ടർ കട്ട് തന്നെയാണ്. നമ്മൾ ഈ വാട്ടർ കട്ട് നമ്മൾ പേര് കേൾക്കുന്ന പോലെയല്ല, അത്യാവശ്യം ഭയങ്കര പാടാണ് ഈ വാട്ടർ കട്ട് ചെയ്യാൻ. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. എനിക്കിപ്പോൾ 3 ദിവസം സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത് ഈ 3 ദിവസം വെച്ചാൽ ആദ്യത്തെ 2 ദിവസം ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചു. ഫസ്റ്റ് 2 ദിവസം ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചു. വെനസ്ഡേയും തേഴ്സ്ഡേയും ഞാൻ നന്നായിട്ട് ഒരു 8 ലിറ്റർ വെള്ളമെങ്കിലും ഞാൻ കുടിച്ചിട്ടുണ്ട്. വെനസ്ഡേയും 8 ലിറ്റർ വെള്ളം, തേഴ്സ്ഡേയും 8 ലിറ്റർ വെള്ളം. അങ്ങനെ കുടിക്കുമ്പം എൻ്റെ ബോഡി ഭയങ്കര യൂറിനേറ്റായി. എൻ്റെ ബോഡി അതിനോട്, ആ പ്രോസസ്സിനോട് ഭയങ്കരമായിട്ട് അഡാപ്റ്റായി. ഇതിൻ്റെ പിന്നിലെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ സോഡിയം ഉണ്ട്. ഈ സോഡിയം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ വാട്ടർ നിൽക്കുന്നത്. സോഡിയം കുറഞ്ഞ വാട്ടർ എക്സ്ക്രീഷൻ നടക്കും. അപ്പം കുറേ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് സോഡിയം കുറയും. അതാണ് ഈ 2 ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ യൂറിനേറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ സോഡിയം ബോഡിയിൽ നിന്ന് പോകും. സോഡിയം ഏറ്റവും കൂടുതൽ ബോഡിയിൽ നിന്ന് പോകുമ്പോൾ വാട്ടർ എക്സ്ക്രീഷൻ നന്നായിട്ട് നടക്കും. വാട്ടർ റിട്ടൻഷൻ നന്നായിട്ട് കുറയും. എന്ന് വെച്ചാൽ വെള്ളം ബോഡിയിൽ നിൽക്കുന്നത് നന്നായിട്ട് കുറയും. അത് മാത്രമല്ല, ഈ 2 ദിവസം അന്നത്തെ വെള്ളം കുടിക്കുക മാത്രമല്ല, ഈ 2 ദിവസം ഞാൻ മെയിനായിട്ട് എൻ്റെ ഫുഡിലും നല്ല മാറ്റം വരുത്തി. കാർബോഹൈഡ്രേറ്റ്സ് ഞാൻ മൊത്തത്തിൽ എൻ്റെ ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്തു 2 ദിവസം. അതൊരു ഹാർഡസ്റ്റ് പാർട്ടായിരുന്നു. കഴിച്ചില്ലെന്ന് ഞാൻ പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ഞാൻ ഒരു ഏത്തപ്പഴവും ഒരു ഡേറ്റ്സ് ഒക്കെ കഴിച്ചായിരുന്നു. പക്ഷെ ബ്രെഡും റൈസൊക്കെ ഞാൻ 2 ദിവസം മൊത്തത്തിൽ കട്ട് ചെയ്തു. 3 ദിവസം കട്ട് ചെയ്തു, മൊത്തത്തിൽ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രോട്ടീനും ഫാറ്റും നന്നായിട്ട് കഴിച്ചു തുടങ്ങി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു ദിവസം 12-13 മുട്ടയൊക്കെ കഴിച്ചായിരുന്നു ആ ദിവസം. പിന്നെ ഈ പ്രോട്ടീനും ഫാറ്റും മാത്രം കഴിച്ചുകൊണ്ടിരുന്നു എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ എൻ്റെ മസിൽ മാസും പോയില്ല, അതേപോലെ എൻ്റെ സ്ട്രെങ്തും കുറയാൻ പാടില്ല. സ്ട്രെങ്ത് കുറഞ്ഞിട്ട് കാര്യമില്ല. സ്ട്രെങ്ത് കുറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് കറക്റ്റ് ആക്കി എൻ്റെ സ്ട്രെങ്ത് പോയിട്ട് ഞാൻ കമ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് കിട്ടത്തില്ല, എനിക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഈ 2 ദിവസത്തെ റിസൾട്ട് എൻ്റെ വെയിറ്റ് കുറഞ്ഞു. ഏകദേശം എൻ്റെ ഗോളിൻ്റെ അടുത്ത് എത്തി വെയിറ്റ്. അപ്പം അങ്ങനെ എത്തിയപ്പോൾ പിന്നീട് ഫ്രൈഡേ ആണ് വാട്ടർ കട്ടിൻ്റെ ദിവസം. ഇപ്പം 2 ദിവസം ഞാൻ ഓരോ ദിവസം 8 ലിറ്റർ വെള്ളം കുടിച്ച് ഫ്രൈഡേ 3-ാമത്തെ ദിവസം സാറ്റർഡേ രാവിലെയാണ് വെയിറ്റിംഗ്. അപ്പോൾ ഫ്രൈഡേ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ വാട്ടർ കട്ട് ചെയ്തു. ആ ദിവസം മൊത്തത്തിൽ 1 ലിറ്റർ വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. നമ്മുടെ ഡയറ്റ് അതേപോലെ നിർത്തി, കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാണ്ട് പ്രോട്ടീൻ ഫാറ്റ് മാത്രം കഴിച്ചു. ആ ഫ്രൈഡേ സത്യത്തിൽ എനിക്ക് ഭയങ്കര ഹാർഡായിരുന്നു. എൻ്റെ എനർജി ലെവലൊക്കെ എൻ്റെ ലൈഫിൽ ഇത്രയും കുറഞ്ഞിട്ടില്ല. ആ അവസ്ഥയിൽ എൻ്റെ എനർജി ലെവലൊക്കെ താന്നുപോയി. മൊത്തത്തിൽ എന്തോ ഒരു കിളി പോയ പോലെ, മൊത്തത്തിൽ ഞാൻ ഏറി നിൽക്കുന്ന പോലെ എൻ്റെ ബോഡി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ആ അവസ്ഥ. ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് വാട്ടർ കട്ട് ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത് ആ സമയത്ത്. അപ്പോൾ ഈ ഫ്രൈഡേ വാട്ടർ കട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 2 ദിവസം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബോഡി ഓൾറെഡി അഡാപ്റ്റാണ് ഈ യൂറിനേഷൻ എന്ന പ്രോസസ്സിൽ. അത് ഭയങ്കരമായിട്ട് ഈ 2 ദിവസം ഞാൻ യൂറിനേറ്റ് ചെയ്തായിരുന്നു. അപ്പം ഫ്രൈഡേയും ഈ നമ്മുടെ ബോഡി അഡാപ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ മസിൽസിലും ബാക്കിയുള്ള സ്ഥലത്തുള്ള വാട്ടർ വലിച്ചെടുത്ത് അത് യൂറിനേറ്റ് ചെയ്ത് കളയും, അത് എക്സ്ക്രീറ്റ് ചെയ്യും. അത് മാത്രമല്ല, ഞാൻ ഈ കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്തുകൊണ്ട് ഗ്ലൈക്കജൻ സ്റ്റോഴ്സും നന്നായിട്ട് കുറയും.
നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ വാട്ടർ ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ പൊറോട്ടയും നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നന്നായിട്ട് കഴിക്കുമ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കും. അതിന് കാരണം ഇതാണ്, നമ്മുടെ ബോഡിയിൽ ഈ ഗ്ലൈക്കജൻ സ്റ്റോർ ചെയ്യും, ഈ കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റോർ ചെയ്യും വാട്ടർ, അതുകൊണ്ടാണ്. അപ്പോൾ സാറ്റർഡേ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം വാട്ടർ കട്ട് ഫ്രൈഡേ ചെയ്ത് സാറ്റർഡേ രാവിലെ വെയിറ്റിംഗ് ദിവസം എഴുന്നേറ്റപ്പം എൻ്റെ കവിളൊക്കെ ഒട്ടി സത്യത്തിൽ ഞാൻ വിചാരിച്ചേക്കാളും വെയിറ്റ് കുറഞ്ഞു. ഏകദേശം 5 കിലോൻ്റെ അടുത്ത് ഞാൻ വെയിറ്റ് കുറഞ്ഞു. അപ്പം രാവിലെ ആയിരുന്നു എൻ്റെ വെയിറ്റിങ്. അപ്പം ഞാൻ വെയിറ്റിങ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്ത കുറച്ച് കാര്യമുണ്ട്. ഞാൻ ഇലക്ട്രോലൈറ്റ് ഇൻടേക്ക് ചെയ്തു. ഈ ORS ഒക്കെയാണ് ഇലക്ട്രോലൈറ്റ്, ഓറഞ്ച് ജ്യൂസ്, ORS. അപ്പം അതൊക്കെ ഇൻടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇതൊക്കെ വീണ്ടും റീസ്റ്റോർ ആകും. സോഡിയം, നമുക്ക് വേണ്ട സോഡിയം, പൊട്ടാസ്യം എല്ലാം റീസ്റ്റോർ ആകും. നമ്മുടെ മസിൽസിനും നമ്മുടെ ബോഡി ഓർഗൻസിനും വേണ്ട വാട്ടർ എല്ലാം വീണ്ടും നന്നായിട്ട് പെട്ടെന്ന് റീസ്റ്റോർ ആകും. അതുമാത്രമല്ല, നമ്മൾ വെയിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ വെയിറ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞ് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇത് ഈ ഇലക്ട്രോലൈറ്റ് ഇൻടേക്ക് ചെയ്ത്, പിന്നെ ഞാൻ ചെയ്ത കാര്യം വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു. ഞാൻ പ്രോട്ടീനൊന്നും കഴിച്ചില്ല, ഇതൊക്കെ കഴിച്ച് നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ്സും കഴിച്ചപ്പോൾ എനിക്ക് എൻ്റെ പഴയ എനർജി എനിക്ക് തിരിച്ചു കിട്ടി തുടങ്ങി. പെട്ടെന്ന് എനിക്ക് എൻ്റെ പഴയ എനർജി കിട്ടി, പഴയ സ്ട്രെങ്തും എല്ലാം തിരിച്ചു കിട്ടി തുടങ്ങി. എൻ്റെ സെൽസിലും ബോഡിയിലും എല്ലായിടത്തും നന്നായിട്ട് ഫ്ലൂയിഡ് വന്നു തുടങ്ങി. പിന്നീട് എനിക്ക് എൻ്റെ സ്ട്രെങ്തിൽ ഫുൾ പൊട്ടൻഷ്യൽ, ഫുൾ PR എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റി, എനിക്ക് പ്രൈസ് നേടാൻ പറ്റി. ഈ പ്രോസസ്സ് മൊത്തത്തിൽ വർക്ക് ആകുന്നത് ഫ്ലൂയിഡ് ഡൈനാമിക്സും ഇലക്ട്രോലൈറ്റ്സിൻ്റെയും ബേസിസിലാണ്. അതിൻ്റെയൊക്കെ ഒരു ബാലൻസിലാണ് സത്യത്തിൽ ഇത് വർക്കായത്. വാട്ടർ കട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ വാട്ടർ കട്ട് ചെയ്യുന്നത്. ഈ വാട്ടർ കട്ട് ചെയ്ത് ചെറിയ ജേണിയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇപ്പോൾ പവർ ലിഫ്റ്റിങ്ങിന് വാട്ടർ കട്ട് വേണം. ഞാൻ ഇത് നേരത്തെ കണ്ട്, ഇത് ഞാൻ നേരത്തെ 3 ആഴ്ച മുന്നേ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ഈ 2 ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ട എനിക്കൊരു ആവശ്യമില്ലായിരുന്നു. എൻ്റെ പ്രശ്നം തന്നെ ആയിരുന്നു. ഞാൻ ഈ 3 ആഴ്ച മുന്നേ ഞാൻ ഇത് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് പതുക്കെ വെയിറ്റ് കുറയ്ക്കാമായിരുന്നു. എൻ്റെ എനർജി ലെവലൊന്നും കുറയാണ്ട് പതുക്കെ എനിക്ക് കട്ട് ചെയ്യാമായിരുന്നു, കാർബും കട്ട് ചെയ്യാണ്ട്. അപ്പം ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കോമ്പറ്റീഷന് വെയിറ്റ് കുറക്കണം. ഇപ്പോൾ ഇതൊക്കെ പോയിട്ട് നിങ്ങൾ ബോഡി ബിൽഡേഴ്സിൻ്റെ അവസ്ഥയൊന്നും നോക്കട്ടെ. ബോഡി ബിൽഡേഴ്സ് 1-2 ആഴ്ചയൊക്കെ ചിലപ്പോൾ വാട്ടർ കട്ട് ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞൂടെ വലുതായിട്ട്, പക്ഷേ അവർ നന്നായിട്ട് വാട്ടർ കട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 ദിവസം തന്നെ കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്ത് വാട്ടർ ഇൻടേക്കും വാട്ടർ കട്ടൊക്കെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിളി പോയി. അപ്പോൾ അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചത്. സത്യത്തിൽ എനിക്ക് ഈ ബോഡി ബിൽഡേഴ്സിനോടൊക്കെ ആദ്യം എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത്ര വാല്യൂ ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഈ പോകുന്ന ജേർണി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്കൊരു റിയാലിറ്റി ചെക്കാണ് കിട്ടിയ സത്യത്തിൽ. അപ്പം അവർ ഇതിൻ്റെ ഒരു 10 മടങ്ങ് അവർ അനുഭവിക്കുന്നത് സത്യത്തിൽ, അവർ ഈ ജേർണിയിൽ പോകുമ്പോൾ. അത് മാത്രമല്ല, അവർ നമ്മൾ വിചാരിക്കും അവർ ജെനറ്റിക്സ് ഒക്കെ അല്ലേ അവരുടെ മെയിൻ കാര്യമെന്ന്. എല്ലാ ജെനറ്റിക്സ് ഉള്ള ആളുകളാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്ന ബോഡി ബിൽഡിങ്. അപ്പോൾ ഈ ജെനറ്റിക്സ് ആളുകൾ തമ്മിൽ വീണ്ടും ഷെഡറാകാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് ഈ വാട്ടർ കട്ടൊക്കെ. അവർക്ക് ഇതിനേക്കാളും കൂടുതൽ വാട്ടർ കട്ട് ചെയ്യണം. അവർക്ക് സ്ട്രെങ്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് ഡെഫിനിഷൻ്റെ ആവശ്യം, മസിൽ ഡെഫിനിഷൻ അവർക്ക് പക്കയായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ വാട്ടർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വീണ്ടും വാട്ടർ കട്ട് ചെയ്യും. ഒരു 3 ദിവസം 4 ദിവസമൊക്കെ വാട്ടർ കട്ട് ചെയ്യുന്ന അവസ്ഥ നിങ്ങൾ നോർത്താൻ. അതുകൊണ്ട് മിക്ക സ്പോർട്സ് മേഖലയിലും ഈ വെയിറ്റിന് വലിയ സംഭവമാണ്. ഇപ്പോൾ റെസ്ലിംഗിൽ നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഒരു ഇന്ത്യൻ വനിതയ്ക്ക് ഒളിമ്പിക് മെഡൽ കിട്ടാണ്ട് പോയത് വെയിറ്റ് കറക്റ്റ് ആകാത്തതുകൊണ്ടാണ്. അപ്പോൾ വെയിറ്റിന് അത്രയും പ്രാധാന്യമുണ്ട്. അതെല്ലാം പോയിട്ട് നിങ്ങൾ UFC ഫൈറ്റും അല്ലെങ്കിൽ ബോക്സിങ്ങൊക്കെ കാണുന്ന ആളാണെങ്കിൽ ഈ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഫൈറ്റിന് ഒരു ദിവസം മുന്നേ ഈ ഫൈറ്റേഴ്സ് വെയിറ്റിംഗ് ചെയ്യും. ഇപ്പോൾ കോണർ മക്ഗ്രഗർ എന്ന് പറഞ്ഞ ഫൈറ്റർ എല്ലാവരും വലിച്ചയച്ചുകൊണ്ട് അവനെ കൊണ്ടുവന്നു. അവൻ അത്ര വയ്യായിരുന്നു വാട്ടർ കട്ട് ചെയ്തിട്ട്. അങ്ങനെ വെയിറ്റിംഗ് ചെയ്ത് കറക്റ്റ് വെയിറ്റിലാക്കിയിട്ടാണ് അവൻ പോയത്. അപ്പോൾ ഇവർ ആ സ്പോർട്സിൻ്റെ ജേർണി മാത്രമല്ല ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇവർ ആ സ്പോർട്സിലേക്ക് കറക്റ്റ് വെയിറ്റ് ഇവർ അസോസിയേഷൻ ഇല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ പറയുന്ന കറക്റ്റ് വെയിറ്റിൽ എത്തിക്കണം. രണ്ടുപേരും കറക്റ്റ് വെയിറ്റ് ആയിരിക്കണം, ആ കറക്റ്റ് ലെവലിൽ നിൽക്കണം. അത് മെയിൻ കാര്യമാണ് സത്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ വെയിറ്റ് കട്ട്, ഈ വാട്ടർ കട്ടൊക്കെ സത്യത്തിൽ നമ്മൾ സിമ്പിളായിട്ട് എടുക്കല്. അത്യാവശ്യം ഹാർഡാണ് സംഭവം. എനിക്ക് തോന്നി, ഞാൻ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്കിത് ഭയങ്കര ഹാർഡായിട്ട് തോന്നിയത്. അപ്പം നിങ്ങൾ സത്യത്തിൽ നിങ്ങൾക്ക് ഒരു ഗോളും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വാട്ടർ കട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 3 കിലോ 4 കിലോ ഒക്കെ കുറയ്ക്കണം, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ. ചെയ്യുമ്പോൾ സേഫായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും, ഞാൻ ഒരിക്കലും വാട്ടർ കട്ട് ചെയ്യാൻ പറയത്തില്ല, ഇങ്ങനെയൊന്നും പറയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു മാസം മുന്നേ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ, 1 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ഇപ്പോഴേ ചെയ്യണം. ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് പതുക്കെ വാട്ടർ കട്ടൊന്നും ചെയ്യാതെ ഫുഡ് മാത്രം, ഈ കാർബോഹൈഡ്രേറ്റ്സ് മാത്രം പതുക്കെ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങളുടെ കറക്റ്റായ വെയിറ്റിലെത്തും. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. അല്ലാണ്ട് ഈ കോമ്പറ്റീഷന് ഞാൻ ചെയ്ത പോലെ 3 ദിവസം മുന്നേ ഒക്കെ വെയിറ്റ് ചെക്ക് ചെയ്തൊക്കെ പോകാൻ നോക്കിയാൽ ശരിയാവത്തില്ല. അത് അത്യാവശ്യം എടുത്തിയാട്ടോ ചെയ്തത്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പം വാട്ടർ കട്ട് ഇത്രേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ പറഞ്ഞാൽ അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.